ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. കുതിർത്തിയ കടല നമുക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഉപ്പും ചേർത്ത് 2-3 വിസിലടിപ്പിച്ചതിന് ശേഷം തക്കാളി ഇട്ടിട്ടുണ്ട്, 2 പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഒരു വിസിലടിപ്പിച്ച് എടുക്കുകയാണ്. ദോശ 2-3 ചുട്ടെടുക്കാം. കടലക്കറി ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിക്കൊണ്ടിരിക്കുന്നു. പാത്രം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയട്ടോ, ഇത് ഒരു വൃത്തിയില്ലാത്തൊരു ചട്ടിക്കലം പോലെ ആയിരുന്നു ഇത് മുൻപ്. അപ്പോൾ അതായത് നമ്മൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ എന്തോ മുരട് പിടിച്ച പോലെ, പാണ്ട് പിടിച്ച പോലെ, എത്ര തേച്ച് കഴുകിയാലും അതിനൊരു ഭംഗി വരാറില്ല. വെളിച്ചെണ്ണ കൊപ്ര ആട്ടിക്കൊണ്ടുവന്ന് കഴിഞ്ഞിരുമ്പോൾ വെളിച്ചെണ്ണ തെളിയാൻ വേണ്ടിയിട്ട് നമ്മൾ വയ്ക്കും. അപ്പോൾ അതിൻ്റെ അടിയിൽ ഉറയ്ക്കുന്ന ഒരു കൊറ്റൻ എന്നാണ് പറയുന്നത്. ആ കൊറ്റൻ ഞാൻ എടുത്ത് ഈ ചട്ടിക്കലം തേച്ച് കഴുകി. അപ്പോൾ അതിന് വെളിച്ചെണ്ണയുടെ അംശം കൂടുതലുണ്ട്. ഈ വക്കൊക്കെ ശരിക്കും തേച്ചു ഞാൻ. അത് പിന്നെയാണ് കേട്ടോ ഈ ചട്ടിക്ക് ഇത്തിരി മെന വന്നത്. അപ്പം അത് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നണു. ഞാനിപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പപ്പടം കാച്ചിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കടലക്കറി ഉണ്ടാക്കുന്നത്. പപ്പടം കാച്ചിയെടുക്കട്ടെ. എല്ലാവരും വിചാരിക്കുന്നുണ്ടാകും എന്നും പപ്പടമാണല്ലോ എന്ന്. 50 ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഇറച്ചി മീനൊന്നും കഴിക്കാൻ പാടില്ല. അതായത് 50 നോമ്പാണ്. തീ അല്പം കൂടുതലായി. അപ്പോൾ തീ കുറയ്ക്കാം, അല്ലെങ്കിൽ ചട്ടി പുകഞ്ഞു. കടുകിടാമാണ്. വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി അതിലേക്കിട്ട് വഴറ്റാം. ഒന്നുകൂടി ആവട്ടെ. പൊടികളിട്ടു. ചെറുതായിട്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ട് വഴറ്റുക. ഇടാറായിട്ടുണ്ട്. കടല ഇടാം. മസാലപ്പൊടി. ഈ കറിക്ക് കൊഴുപ്പ് വേണം എന്നുള്ളവർക്ക്, ചാറ് ഇത്തിരി നീട്ടിയെടുക്കണം എന്നുള്ളവർക്ക്
ഇത് തന്നെ ഒരിത്തിരി അരച്ച് ചേർക്കാം. അല്ലെങ്കിൽ ഒരു സ്പൂണ് ഏതെങ്കിലും പൊടി, അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. ഇനി അങ്കിൾ ഒരു എണ്ണ കാച്ചുന്നുണ്ട്. അപ്പോൾ എണ്ണ കാച്ചുന്ന കൂട്ട് എന്താണ്, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കൊതുക് കടിക്കാതിരിക്കാനുള്ള എണ്ണ ഉണ്ടാക്കാൻ പോവുകയാണ്. മഴക്കാലം തുടങ്ങാൻ പോവുമല്ലേ, കൊതുകിൻ്റെ ശല്യവും കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങള് റബ്ബർ ടാപ്പിക്കിനൊക്കെ പോകണ സമയത്ത് കൊതുകിൻ്റെ ശല്യത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് സ്ഥിരം ഉണ്ടാക്കി അത് ഒന്ന് തൂത്തിട്ടേ പോകാറ്. അപ്പോൾ ആ മരുന്ന് എന്താണെന്നുള്ളത് പറയട്ടെ കേട്ടോ. ഇത് പപ്പായ കപ്പങ്ങായുടെ ഇലയാണ് ഈ അരിഞ്ഞിട്ടിട്ട് തിരുമണത്. അപ്പം അത് എത്ര ഇലയുണ്ട് കേട്ടോ? അത് 3 ഇല ഇപ്പം ഇത് എടുത്തിട്ടുണ്ട്. ഈ 3 ഇല അരിഞ്ഞിട്ടേക്കാണ്. ഇത് ഇനി എന്താ ചെയ്യാൻ പോണേ? അല്ലാതെ വറുത്ത് പൊടിക്കുകയല്ല, ഇത് ഇടികല്ലിലിട്ടുണ്ട്. അപ്പൊ എണ്ണ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയാ പോരെ. പൊടിയുള്ളൂ, അതല്ലേ കുഴപ്പം. മിക്സിയിലിട്ട പൊടിയും ശരിക്കും ഉരുളയിലിട്ടാണ് ഇടിക്കണ്ട. അപ്പോഴത് ചതഞ്ഞ് കിട്ടിയ പിഴിഞ്ഞെടുക്കാം. അപ്പൊ ഇടികല്ലിലിട്ട് ചതച്ച് ഇതിന്റെ നീരാണ് എടുക്കുന്നത്. നീരെടുത്തിട്ട് വെളിച്ചെണ്ണ എന്തോരം ചേർക്കും? വെളിച്ചെണ്ണയല്ലേ ചേർക്കുന്ന? വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ച് ഈ നീരും കൂട്ടും അല്ലേ? നീര് കൂട്ടി നമ്മുടെ ഈ വെള്ളം പൊട്ടിത്തെറിച്ച് പോകുന്നത് വരെ അത് തിളപ്പിക്കും. വെള്ളമൊക്കെ പൊട്ടിത്തെറിച്ച് തീർന്നു കഴിയുമ്പോൾ ഇറക്കി വയ്ക്കും. അത് ഞങ്ങളൊരു കുപ്പിയിലാക്കി വയ്ക്കും. നല്ല ഒരു മരുന്നാണ് കേട്ടോ ഇത്. ഇത് ചെറിയ നിസ്സാര കാര്യമായിട്ട് തള്ളിക്കളയരുത്. ഞാനിത് അങ്കിള് ഒരു ദിവസം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അത് ആർക്കും തന്നെ അത് ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിനധികം വ്യൂ ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷെ ഇത് നല്ലൊരു മരുന്നാണ്. നമ്മൾ ഈ കൊതുക് തിരി അതും ഇതുമൊക്കെ മേടിച്ച് നമ്മൾ പുകയ്ക്കുന്ന കെമിക്കൽ അല്ലാതെ ഉള്ള ഒരു സംഭവമാണിത്. ഇത് വളരെ നല്ലതാണ്. കൊതുക് കുത്തില്ല, ചൊറിച്ചിലും കടിയും ഒക്കെ മാറും. ചൊറിച്ചിൽ കടി, പിന്നെ അതുപോലെ തന്നെ നമ്മളറിയാതെ തന്നെ പുഴുക്കൾ കടിക്കും. അതുപോലെ പലതും നമ്മളെ കൊത്തുകയൊക്കെ ചെയ്യില്ല. കടന്നൽ തുടങ്ങി പലതും കൊത്തില്ല. കടന്നലിനൊക്കെ വേറെയും മരുന്നുകൾ ഒറ്റമൂലികളുണ്ട്. പക്ഷെ ഇത് പുരട്ടിയാലും വിഷമായിട്ടുള്ള എല്ലാത്തിനും ഇത് നല്ലതാണ്. വിഷമയമായിട്ടുള്ള എന്തെങ്കിലും നമ്മളുടെ മേത്ത് കൊത്തിയിട്ടുണ്ടെങ്കിൽ ഇത് പുരട്ടി കഴിയുമ്പോൾ നമ്മൾ പിന്നെ ആ വേദന മാറിപ്പോണത് നമ്മൾ മറന്നു പോകുക, അറിയാറ് പോലുമില്ല. അപ്പോൾ ഇത് നിങ്ങൾ വെറുതെ ഒന്ന് നോക്ക്. നിങ്ങൾക്ക് ഒരുപാടൊന്നും എടുത്ത് ചെയ്യണ്ട. ഒരു ഇല എടുത്ത് തന്നെയും ഒന്ന് ചെയ്യും. ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ വരുന്നത്. പപ്പായ ഏതിനും നല്ലതാണല്ലോ. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾക്ക് പപ്പായയുടെ കുരുന്തല വട്ടി പിഴിഞ്ഞ് കഴിക്കുകയും, ഒരിടയ്ക്ക് ചിക്കൻ ഗുനിയ അത് വന്നപ്പോൾ കൗണ്ട് കുറയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ പപ്പായയുടെ ഇല കൊണ്ട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിനി ഇത് എണ്ണ കാച്ചി കഴിഞ്ഞ് കഴിയുമ്പോൾ കാണിച്ചു തരാം. വേറെ ഒന്നുമില്ല, ഇത് ചതച്ച് അതിൻ്റെ ഇട്ടേക്കാണുള്ളത്. അത് പിഴിഞ്ഞ് അങ്ങോട്ട് വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ച് ഇതിൻ്റെ വെള്ളാംശം പൊട്ടിത്തീരുന്നത് വരെ ഒന്ന് ആക്കി എടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ കുപ്പിക്കകത്താക്കി വെക്കാം. ഒരുപാടൊന്നും ഉണ്ടാവില്ല. അത് ഇതിലെന്തോരം വെളിച്ചെണ്ണ ചേർക്കും? ഇതിൽ ഇപ്പോൾ വെളിച്ചെണ്ണ ഒരു 100 മില്ലി വരെ ചേർക്കാം. 100 മില്ലിയാണ് ചേർക്കണേ. ഉള്ളം കയ്യിൽ കുറേശ്ശെ ഇട്ടും കൊണ്ട് അമയ്ക്കുക. എങ്ങനെ ഉരുട്ടി പിഴിഞ്ഞാൽ കൂടുതൽ നീര് കിട്ടില്ല ഏട്ടാ. അതൊന്ന് ചെയ്ത് വെക്കരുട്ടാ. ഇത് പിഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളം കയ്യിലിട്ട് ഉരുട്ടിയിട്ടേ
പഴയ അമ്മാമ്മമാരൊക്കെ ചെയ്യണ കണ്ടിട്ടില്ലേ? അത് ശരിക്കും നീര് വരുന്ന കണ്ടിട്ടുണ്ട്. അപ്പം അങ്കിള് ഒന്നുകൂടി ഇടിക്കാൻ പോണേ അല്ലേ? നമുക്കിത് ഇതിൻ്റെ പ്രയോജനം അത്രയ്ക്കും നല്ലതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഞങ്ങൾ തീരുമ്പോൾ ഇത് ഉണ്ടാക്കി വെക്കുന്നത്. ഞങ്ങൾ ഈ വളപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ മറന്നു പോകും. ഇതിപ്പോൾ ഞാൻ വേറൊരു പണിയിലിരിക്കുകയായിരുന്നേ. അപ്പം അങ്കിളത് ചെയ്യണ കാര്യം വരെയും കൊണ്ട് വന്നത് കണ്ടു. പക്ഷെ ഇത് ചെയ്യണതൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. എന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ ഓടി അലച്ച് വന്ന് വീഡിയോ എടുത്തതാണ്. അതിന് എനിക്ക് സംസാരത്തിനൊരു ശ്വാസതടസ്സം പോലെ ഇരിക്കണത്. എണ്ണ മുറുകി ഇറക്കി വെച്ചു. വെള്ളമൊക്കെ പൊട്ടി തീർന്നു. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഇപ്പോൾ പകർത്തി വെക്കുകയാണ്. എന്നിട്ട് ഇനി അത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുപ്പിയിൽ ആക്കി വയ്ക്കും.